ഹലോ ഓൾ, എല്ലാവർക്കും ഐപ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത് ബയോ ഇൻഫോർമാറ്റിക്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ബയോ ഇൻഫോർമാറ്റിക്സ് പഠിക്കുമ്പോൾ നമുക്ക് മാർക്സ് പോവാൻ ചാൻസ് അധികം ഇല്ലാത്തൊരു സ്ഥലമാണ് ബയോ ഇൻഫോർമാറ്റിക്സ്. കാരണം മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ എന്നാൽ ഈ ഒരു പ്രാവശ്യം മാത്രമാണ് എന്ത് ചെയ്തത്, പുതിയ ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക നിങ്ങൾ. സോ നോക്കിയേ, എല്ലാ പ്രാവശ്യവും ബയോ ഇൻഫോർമാറ്റിക്സ് എന്താണ് ഒരേ പാറ്റേണിലാണ് പോകുന്നത് അല്ലേ. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ടഫായിട്ട് ചോദിക്കാറില്ല. സിമ്പിൾ ആയിട്ടുള്ള സെയിം പാറ്റേൺ തന്നെയാണ് ഫോളോ അപ്പ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ കൂടെ ഡെപ്തിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫസ്റ്റ് ഓൾ അല്ലെ. ഫാസ്റ്റ് എന്നുള്ള നമ്മുടെ ഫാസ്റ്റേ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതിൽ എന്താണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, കറക്റ്റ് അല്ല പറയേണ്ടത്, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ്. അപ്പൊ ഫാസ്റ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ടെക്സ്റ്റ് ബേസ്ഡ് ഫയൽ ഫോർമാറ്റ് ആണ് അല്ലെ. നമുക്ക് എന്തിനു വേണ്ടി, സീക്വൻസിങ്, DNA സീക്വൻസ് അല്ലെങ്കിൽ പ്രോട്ടീനുകളെ സീക്വൻസ് ചെയ്യാനും അവയുടെ അലൈൻമെന്റ് ചെയ്യുവാനുമായിട്ടുള്ള ഒരു ടൂൾ ആണ് ഏതെന്ന് പറയുന്നത്, ഫാസ്റ്റ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫാസ്റ്റയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഫാസ്റ്റ സീക്വൻസ് സ്റ്റാർട്ട് വിത്ത് അല്ലെ. നമുക്കറിയാം ഫാസ്റ്റ സീക്വൻസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു ഗ്രേറ്റർ ദാൻ പോലത്തെ സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോളോഡ് ബൈ എ സീക്വൻസ് ഐഡന്റിഫയർ അല്ലെ. അത് കഴിഞ്ഞിട്ട് ഒരു സീക്വൻസ് ഐഡന്റിഫയർ ആയിരിക്കും. എപ്പോഴും നിങ്ങൾ ഫാസ്റ്റ് എഴുതുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു സിമ്പിൾ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, ദെൻ എന്താണ് ഒരു സീക്വൻസ് ഐഡന്റിഫയർ ഉണ്ടായിരിക്കും. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. The sequence itself is represented using single letter code അല്ലെ. ആ സീക്വൻസുകളിലെല്ലാം എന്തായിരിക്കും, സിംഗിൾ ലെറ്റർ കോഡുകളായിരിക്കും. അഡിനിൻ, എ, തൈമിൻ അല്ലെ, സൈറ്റോസിൻ, ഗുവാനിൻ അങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. സി എന്താണ്, the sequence can be broken into lines with each line containing up 16 characters. ഓരോ സീക്വൻസിനും എന്താണ്, സീക്വൻസിനെ നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ബ്രോക്കൺ ചെയ്തിരിക്കുന്നത്. ഒരു ലൈനിൽ എത്ര ക്യാരക്ടേഴ്സ് കാണും, 60 ക്യാരക്ടേഴ്സ് ആയിരിക്കും കാണുന്നത്. ദ സ്ട്രിംഗ് റെസിഡ്യൂ ഈസ് റെഫേഴ്സ് ടു ആസ് എ ബ്ലോക്ക്. അതെന്താണ്, കറക്റ്റ് ആണോ എന്ന് നമ്മൾ അന്വേഷിക്കണം അല്ലേ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ബയോ ഇൻഫോർമാറ്റിക്സ് ദ ടേം ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, റെഫേഴ്സ് ടു അൺഗ്യാപ്ഡ് അല്ലെ, ഗ്യാപ്പ് ഇല്ലാത്ത മൾട്ടിപ്പിൾ അലൈൻമെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബ്ലോക്സ് എന്ന് വിളിക്കുന്നത്. സോ ബ്ലോക്ക് റെഫേഴ്സ് ടു ആൻ അൺഗ്യാപ്ഡ് മൾട്ടിപ്പിൾ അലൈൻമെന്റ് ഓഫ് കൺസർവ്ഡ് റീജിയൻ ഇൻ റിലേറ്റഡ് പ്രോട്ടീൻ സീക്വൻസ് നോട്ട് ഫുള്ളി സ്ട്രിംഗ് ഓഫ് റെസിഡ്യൂസ് ഇൻ എ സിംഗിൾ ഫാസ്റ്റ സീക്വൻസ്. ദ കൺസെപ്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ടൂൾസ് ദ ബ്ലോക്ക് ഡാറ്റാബേസ് നോട്ട് ഫാസ്റ്റ അല്ലെ. ഫാസ്റ്റയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു ടേം ആണ് ബ്ലോക്ക് എന്ന് പറയുന്നത്. സോ ഫാസ്റ്റയുമായി പറഞ്ഞിട്ടില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഡി ആണ്. ഇനി നെക്സ്റ്റ് ടൈം തൊട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. അഗെയിൻ ബയോ ഇൻഫോർമാറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദി അല്ലെ ഇറ്ററേറ്റീവ് മെത്തേഡ് ഇൻ ബയോ ഇൻഫോർമാറ്റിക്സ് ഈസ് ഫോൾസ്. തന്നിട്ടുള്ളവയിൽ ഏതാണ് ഫോൾസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് മനസ്സിലാക്കണം, എന്താണ് ഇറ്ററേറ്റീവ് മെത്തേഡ് എന്ന് മനസ്സിലാക്കണം അല്ലെ. ഇറ്ററേറ്റീവ് മെത്തേഡിനെ സംബന്ധിച്ചിട്ട് റോങ് ആയിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ പലർക്കും ഇത് കേട്ടിട്ട് പോലും കാണില്ല ഇറ്ററേറ്റീവ് മെത്തേഡ് എന്താണെന്ന്. സോ ഇറ്റ്സ് എ വേ റിപ്പീറ്റിംഗ് എ പ്രോസസ് ഓവർ ആൻഡ് ടു ഗെറ്റ് ബെറ്റർ റിസൾട്ട് ടൈം അല്ലെ. അതായത് നമ്മളൊരു റിസർച്ച് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു എക്സ്പെരിമെന്റ് ചെയ്യുക. ആ എക്സ്പെരിമെന്റ് നമ്മൾ ഒരു തവണ ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് അല്ല. നമ്മളത് എന്ത് ചെയ്യുന്നു, ഏറ്റവും ബെസ്റ്റ് കിട്ടാൻ വേണ്ടി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അതിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇറ്ററേറ്റീവ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏതെന്ന് പറയുന്നത്, ഇറ്ററേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇറ്ററേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഏതാണ് ഫോൾസ് എന്നാണ് ചോദിച്ചിട്ട് അല്ലെ. യൂസ്ഡ് ടു റിഫൈൻ മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ് ബൈ റിപ്പീറ്റഡ്ലി റീഅലൈനിങ് സീക്വൻസ് വിത്ത് സബ് ഗ്രൂപ്പ്സ് ഓഫൺ യൂസിംഗ് മെഷീൻ ലേണിംഗ് അപ്രോച്ചസ് ലൈക്ക് ജനറ്റിക് അലോഗരിതം ആണ്. അതുപോലെ തന്നെ ഇറ്ററേറ്റീവ് മെത്തേഡ്സ് ക്യാൻ ബി കമ്പ്യൂട്ടേഷണലി ലെസ് എക്സ്പെൻസീവ്. ഓക്കെ, ഇറ്ററേറ്റീവ് മെത്തേഡ്സ് ക്യാൻ ബി കമ്പ്യൂട്ടേഷണലി ലെസ് എക്സ്പെൻസീവ് ആണോ, അല്ല. നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു പ്രോസസ്സ്. സോ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്, ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് ക്ലാസ്സുകളിൽ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ആൻസേഴ്സ് പറഞ്ഞു പോകാം. സോ ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കുറച്ചധികം സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് കൺട്രി ടു ഇഷ്യൂ റിസർച്ച് ലൈസൻസ് ഫോർ ഹ്യൂമൻ എംബ്രിയോണിക് ക്ലോണിംഗ് ടു ക്രിയേറ്റ് സ്റ്റെം സെൽസ് ഈസ് യുണൈറ്റഡ് കിങ്ഡം. യുണൈറ്റഡ് കിങ്ഡം ആണ് എന്ത് ചെയ്തത്, ആദ്യത്തെ കൺട്രി ലൈസൻസ് കൊടുത്തത്. എന്തിന്, ഹ്യൂമൻ എംബ്രിയോണിക് സെൽസ്
അല്ലെ ഹ്യൂമൻ എംബ്രിയോണിക് ക്ലോണിങ് ടു ക്രിയേറ്റ് സ്റ്റെം സെൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹ്യൂമൻ എംബ്രിയോണിക് ക്ലോണിങ്ങിന് എന്ത് ചെയ്തത് ലൈസൻസ് കൊടുത്ത ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ് കൺട്രി എന്ന് പറയുന്നത് UK ആണ്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ് കേട്ടോ. Then TAC-003 a live attenuated dengue vaccine developed by India. TAC-003 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു വാക്സിൻ ആണോ? ഒരിക്കലും അല്ല അല്ലേ, ഡെങ്കു വാക്സിൻ ആണ്. പക്ഷേ അത് എന്തിന്റെ അല്ല, ഇന്ത്യയുടെ അല്ല, ഇറ്റ്സ് എ ജപ്പാനീസ് വാക്സിൻ ആണ് ഏതെന്ന് പറയുന്നത് TAC-003 എന്ന് പറയുന്നത്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് വിൽ ബി wrong. നമുക്ക് കറക്റ്റ് മതിയല്ലേ, ഇപ്പൊ ഫസ്റ്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് തേർഡ് നോക്കിയേ. ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് കൊൽക്കത്ത ഐഡന്റിഫൈഡ് ആസ് TDPI ആസ് എ പ്രോമിസിംഗ് ടാർഗറ്റ് ഫോർ ക്യാൻസർ ട്രീറ്റ്മെന്റ് അല്ലെ. ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടി ഐഡന്റിഫൈ ചെയ്തതാണ് ഏതെന്ന് പറയുന്നത് ഒരു എൻസൈം ആണ് ടൈറോസിൽ DNA ഫോസ്ഫോഡയസ്ട്രേസ് 1 എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. IIT Roorkee has developed a bacterial enzyme based solution to degrade plasticize. അതും എന്താണ് കറക്റ്റ് ആണ്. ഇതൊക്കെ നമ്മുടെ സിലബസിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സിലബസിൽ ഇല്ല അല്ലേ. മീൻസ് ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്ന അറിവുകളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കറണ്ട് അഫേഴ്സുമായിട്ട് നല്ല ബന്ധം നമുക്ക് വേണം. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ 1, 3, 4 കറക്റ്റ് ആണ്. ഡെങ്കു വാക്സിൻ ആയിട്ടുള്ള TAK-003 ഉണ്ടല്ലോ, അത് എന്തല്ല, നമ്മുടെ ഇന്ത്യൻ വാക്സിൻ അല്ല, ജപ്പാനീസ് വാക്സിൻ ആണ്. Which among the following is a protein database? എപ്പോഴും നമ്മൾ ബയോഇൻഫോർമാറ്റിക്സ് പഠിക്കുമ്പോൾ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണല്ലേ, പ്രോട്ടീൻ ഡേറ്റാബേസ് ഏതൊക്കെയാണ്, ന്യൂക്ലിയോടൈഡ് ഡേറ്റാബേസ് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ്, പ്രോട്ടീൻ ഡേറ്റാബേസ് ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോട്ടീൻ ഡേറ്റാബേസ് ആണ് ഏതൊക്കെ, സ്കോപ്പും കാച്ചും, CATHും സ്കോപ്പും എന്താണ്, പ്രോട്ടീൻ ഡേറ്റാബേസ് ആണ്. ബാക്കി രണ്ടും ന്യൂക്ലിയോടൈഡ് ഡേറ്റാബേസുകളാണ്. അപ്പൊ ഇതൊരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. Which among the following are web-based service for analysis, visualization and validation of NMR structure? ഇപ്പൊ NMR സ്പെക്ട്രോസ്കോപ്പി ഒക്കെ അറിയാലോ. അപ്പൊ അതിനകത്ത് സ്ട്രക്ചർ വാലിഡേറ്റ് ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനുമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെബ് ബേസ്ഡ് സർവീസ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം എന്താണ്, കറക്റ്റ് ആണ്. 4 കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ? ഓക്കെ, 1, 2, 3, 4 B ആണ് കറക്റ്റ് ആൻസർ അല്ലെ. ഈ ടൂളുകളെല്ലാം NMRIയും അല്ലെ, വിവാൽഡിയും NMRTISTയും ARIA വെബും ഒക്കെ എന്താണ്, നമ്മൾ NMR അല്ലെ വെബ് ബേസ്ഡ് സർവീസുകളാണ് NMRനെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഉള്ള. നെക്സ്റ്റ് 55 ആണ്. Which of the following crops are produced by mutation breeding? മ്യൂട്ടേഷൻ ബ്രീഡിങ് വഴി പ്രൊഡ്യൂസ് ചെയ്ത ക്രോപ്സ്. എന്താ മ്യൂട്ടേഷൻ ബ്രീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മ്യൂട്ടേഷൻ ബ്രീഡിംഗ് എന്ന് പറയുന്നത് ടെക്നിക് യൂസ് ടു ക്രിയേറ്റ് ന്യൂ ക്രോപ്പ് വെറൈറ്റീസ് അല്ലെ. നമുക്കിപ്പം ഒരു ക്രോപ്പ്, ആ ഒരു ക്രോപ്പിൽ നമുക്ക് എന്താ, നമുക്ക് ഇഷ്ടമുള്ളൊരു ക്വാളിറ്റിയും കൂടി ഇൻസേർട്ട് ചെയ്യണം. ചിലപ്പോൾ എന്തായിരിക്കണം, ഹൈ റെസിസ്റ്റന്റ് അഗെയിൻസ്റ്റ് എന്തെങ്കിലും ആയിരിക്കാം. ചിലപ്പോൾ അതിന്റെ എന്താണ്, ഫ്രൂട്ടിൽ മധുരം കൂട്ടണം. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസൈഡ് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സർട്ടൺ മ്യൂട്ടാജനുമായിട്ട് അതിനെ എക്സ്പോസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ചേഞ്ചിനെയാണ് മ്യൂട്ടേഷൻ ബ്രീഡിങ് എന്ന് വിളിക്കുന്നത്. ഇത് എന്നിട്ടുള്ള 4 എന്താണ്, മ്യൂട്ടേഷൻ ബ്രീഡിങ് നടന്നിട്ടുള്ള വെറൈറ്റീസ് ആണ്. പ്രൈമാക്സ് വൈറ്റ് മസ്റ്റാർഡ് ആയിക്കോട്ടെ, ജഗന്നാഥ് റൈസ് ആയിക്കോട്ടെ, പ്യൂസ അഗേറ്റഡ് കോട്ടൺ, കാസ്റ്റർ അരുണ ആയിക്കോട്ടെ, ഇവയൊക്കെ എന്താണ്, മ്യൂട്ടേഷൻ ബ്രീഡിങ് വഴി മെച്ചപ്പെട്ട ഗുണങ്ങളാൽ സിന്തസൈസ് ചെയ്തെടുത്തിട്ടുള്ള വിള ഇനങ്ങളാണ്. സോ കറക്റ്റ് ആൻസർ 1, 2, 3, 4. നെക്സ്റ്റ് നോക്കിയേ, മിസ്മാച്ച്ഡ് പെയർ. മിസ്മാച്ച്ഡ് പെയർ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എന്താ മിസ്മാച്ച്ഡ് പെയർ എന്നറിയാലോ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഡിസീസ് അല്ലെ, നമ്മുടെ പത്തോളജിയിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസീസും അത് കോസ് ചെയ്യുന്ന ഓർഗാൻസും. ഫോൾസ് മട്ട് കോസ് ചെയ്യുന്നത് യുസ്റ്റിലാജിനുഡിയോ വൈറൻസ്. സിമ്പിൾ ആണല്ലേ, കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഫോൾസ് മട്ട് ആരാ കോസ് ചെയ്യുന്നത്, യുസ്റ്റിലാജിനുഡിയോ വൈറനാണ്. കോഫി റെസ്റ്റോ, കോഫിയിൽ കോസ് ചെയ്യുന്ന ഹമേലിയ ആണല്ലേ. ഹമേലിയയുടെ പല വെറൈറ്റീസ് കോസ് ചെയ്യാം. ഹമേലിയ വാസ്റ്റട്രിക്സ്. ദെൻ പൗഡറി മിൽഡ്യൂ, റബ്ബറിന്റെ പൗഡറി മിൽഡ്യൂ കോസ് ചെയ്യുന്ന എരിസിഫയാണ് കോസ് ചെയ്യുന്നത്. ക്വിൽറ്റ് ഓഫ് പെപ്പർ ആണെങ്കിലോ ഫൈറ്റോഫ്തോറയാണ് അല്ലെ, ഫൈറ്റോഫ്തോറയാണ് കോസ് ചെയ്യുന്നത്. സോ ഇത് കറക്റ്റ് ആണ്. അപ്പൊ മിസ്മാച്ച്ഡ് പെയർ, നോ മിസ്മാച്ച്ഡ് പെയർസ് അല്ലെ, ഒരു തരത്തിലുള്ള മിസ്മാച്ച്ഡ് പെയർസും ഇതിലില്ല. ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്.
സോ 57th ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് താരതമ്യേന എന്താണ് വൃത്തിയായിട്ട് പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ച്, വൃത്തിയായിട്ട് പഠിച്ചവരെ സംബന്ധിച്ച് പോലും ഈ എക്സാം വളരെ ടഫാണ് അല്ലേ. നമ്മൾ ഇതുവരെ പഠിക്കാത്ത പല കാര്യങ്ങളുമാണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കുഴപ്പമില്ല, ഇനി വരുന്ന പാറ്റേണുകൾ ഇത്രയും ടഫ് ആകണമെന്നില്ല, ചിലപ്പോൾ എന്താവും ഈസി ആവാം. ഓരോ ടൈമിലെയും ക്വസ്റ്റ്യൻ ആ ഒരു ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് കുഴപ്പമില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സ്ട്രാ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. Which of the following statement related to അല്ലേ ബെഡെല്ലോ വിബ്രിയോ ആർ ട്രൂ? ബെഡെല്ലോ വിബ്രിയോയെ സംബന്ധിച്ച് കുറേ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവർ കാണും അല്ലെ. ബിഡെല്ലോ വിബ്രിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? വിബ്രിയോ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. വിബ്രിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ബാക്ടീരിയ ആണ് അല്ലെ. സോ ഡെല്ലോ വിബ്രിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്, ഒബ്ലിക്കേറ്റ് ബാക്ടീരിയ ആണ്, സ്മോൾ നോൺ മോട്ടൈൽ ആണ്. They are primarily obligate bacterias ആണ്. അപ്പം നമുക്ക് ഇവയായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. ഇതിൽ ട്രൂ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ട്രൂ സ്റ്റേറ്റ്മെന്റുകൾ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Okay, they are predatory bacteria that prey on gram-negative bacteria അല്ലെ. ഇത് predatory bacteria ആണ്, കറക്റ്റ് അല്ലേ? ഇതിന്റെ പ്രേ ഏതാണ്? gram-negative bacteria അഫക്റ്റ് ചെയ്യുന്ന predatory bacteria ആണ് ഏതെന്ന് പറയുന്നത്? ഡെല്ലോ വിബ്രിയോ എന്ന് പറയുന്നത്. ഇവ സ്മോൾ ആണ്, മൊട്ടൈലാണ്, പിന്നെന്താണ്? ഒബ്ലിഗേറ്റ് ആണ്. അനൈറോബിക് ആണോ? അല്ല. ഇവ എന്താണ്? എയ്റോബിക് ബാക്ടീരിയാസ് ആണ്. ഇവ എന്താണ്? എയ്റോബിക് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയി, ഇത് ശരിയായി. യൂസ്ഡ് ആസ് ബയോ കൺട്രോൾ ഏജന്റ് ഇൻ എൻവയോൺമെന്റൽ അല്ലെ. എൻവയോൺമെന്റിൽ ബയോ കൺട്രോൾ ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദേ ഹാവ് ടു ലൈഫ് സ്റ്റൈല്, ഹോസ്റ്റ് ഡിപ്പെൻഡന്റും ഹോസ്റ്റ് ഇൻഡിപെൻഡന്റുമായിട്ട് രണ്ട് ലൈഫ് സൈക്കിൾസ് ഇവരിൽ ഉണ്ട് താനും. സോ ക്ലിയർ ആയോ? സോ 1, 3 and 4 മാത്രമാണ് കറക്റ്റ്. 2 എന്തല്ല? കറക്റ്റ് അല്ല. 2 എന്തുകൊണ്ടാണ് കറക്റ്റ് അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവ എന്താണ്? എയ്റോബിക് ആയിട്ടുള്ള ബാക്ടീരിയയാണ്. നമ്മുടെ ഓപ്ഷൻസിൽ അനൈറോബിക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൈന്യൂട്ട് മിസ്റ്റേക്ക് ആണല്ലോ, നമ്മൾ വായിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാറ് കൂടി കാണില്ല ചിലപ്പോൾ. ആ ഒരു എക്സാം ടെൻഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റേറ്റ്മെന്റുകൾ വീണ്ടും വീണ്ടും വായിക്കുക. Which of the following are the reason for the occurrence of multi-drug resistance in microbial pathogens in India? Which of the following are the reason? അല്ലെ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് കാരണമാവുന്നത്? എന്താ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? സോ ഓക്കെ, മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ഓഫ് എ മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയ, ഫംജൈ, വൈറസ് എന്തുമായിക്കോട്ടെ, എബിലിറ്റി ഓഫ് എ മൈക്രോ ഓർഗാനിസം ടു സർവൈവ് ആൻഡ് ഗ്രോ അല്ലെ ഇൻ ദി പ്രസൻസ് ഓഫ് 2 or more ആന്റി മൈക്രോബിയൽ ഡ്രഗ്. അപ്പം ഇപ്പോൾ ഒരു ഓർഗാനിസം, ആ ഓർഗാനിസംസ് പറയുന്നത് ചിലപ്പോൾ ബാക്ടീരിയ ആവാം, ചിലപ്പോൾ ഫംഗസ് ആവാം, ഇനി ചിലപ്പോൾ പാരസൈറ്റ്സ് ആവാം. അതിന് എന്ത് ചെയ്യാൻ പറ്റും? സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ? 2 or more ആന്റി മൈക്രോബിയൽ ഡ്രഗ് അല്ലെ. ഒന്നിലധികം ആന്റി മൈക്രോബിയൽ ഡ്രഗിന്റെ പ്രസൻസിൽ അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. ഇതെന്ന് പറയുന്നത് ഒരു മേജർ ഹെൽത്ത് കൺസേൺ ആണെന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ. നോർമലി ആ ഒരു ഡ്രഗിന് അത് എഫക്റ്റീവ് ആയിരിക്കും, പക്ഷെ ഒന്നും അതിലധികം ഡ്രഗിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു എന്ത് കിട്ടും? ആ ഈ ഒരു പത്തോജന് ഒരു ഇമ്മ്യൂണിറ്റി കിട്ടും. അതാണ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസിന് റീസൺ എന്ന് പറയുന്നത് ഏതൊക്കെ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഏതൊക്കെയാണ് റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറ്റിക് അല്ലെ, ജനറ്റിക് പ്രിഡിസ്പോസിഷൻ ഓഫ് സം പീപ്പിൾസ്, ജനറ്റിക് ക്യാരക്ടേഴ്സ് ഒന്നും അതുമായി ബന്ധപ്പെടുന്നില്ല. ടേക്കിംഗ് ഇൻകറക്റ്റ് ഡോസേജ് ഓഫ് ആന്റിബയോട്ടിക് ടു ക്യൂർ ഡിസീസ് അല്ലെ. ചിലരുടെ ഒരു സ്വഭാവം നമുക്കറിയാലേ, ഡോക്ടർ ഒരു മരുന്ന് 2 നേരം വെച്ച് കഴിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല, ഒരെണ്ണം കഴിച്ചാൽ മതി എന്ന് നമ്മൾ വിചാരിക്കും അല്ലെ. സോ ഇൻകറക്റ്റ് ആയിട്ട് ഒരു ഡിസീസിന് വേണ്ടി കറക്റ്റ് ഡോസേജ് എടുക്കാത്തത്. അതുപോലെ തന്നെ യൂസിങ് ആന്റിബയോട്ടിക്സ് ഇൻ ലിവ് സ്റ്റോക്ക് ഫാമിങ്സ് യൂസ് ചെയ്യുന്നത് മൂലം മൾട്ടിപ്പിൾ ക്രോണിക് ഡിസീസ് ഇൻ സം പീപ്പിൾസിൽ എന്ത് പറ്റും? മൾട്ടിപ്പിൾ ക്രോണിക് ഡിസീസ്. അപ്പൊ അതൊന്നുമല്ല, 2 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ ആയോ? മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പാത്തോജൻസിന് ഒന്നിലധികം ഡ്രഗ് യൂസ് ചെയ്യുമ്പോഴും അതിന് എന്ത് ചെയ്യാൻ പറ്റും? സർവൈവ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഐഡന്റിഫൈ
the virus which possesses both DNA and RNA sequence. ഡിഎൻഎയും RNA സീക്വൻസും ഒരുപോലെ പൊസസ് ചെയ്ത വൈറസ് ആണ് ലുക്കോ വൈറസ് എന്ന് പറയുന്നത് അല്ലെ. ലുക്കോ വൈറസ് ഇസ് എ ടൈപ്പ് ഓഫ് റിട്രോ വൈറസ് ആണ്. റിട്രോ വൈറസ് എന്ന് പറഞ്ഞാൽ എന്താ? DNA-യിൽ നിന്നും അല്ല RNA-യിൽ നിന്നും DNA സിന്തസൈസ് ചെയ്യാൻ കഴിവുള്ള വൈറസുകളാണ് റിട്രോ വൈറസ് എന്ന് പറയുന്നത്. ആ റിട്രോ വൈറസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ് ആര്? ലുക്കോ വൈറസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് എബിലിറ്റി ടു കൺവേർട്ട്. ഇതിനെന്ത് പറ്റും? ഇതിന്റെ RNA ജീനോമിനെ DNA ജീനോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈമിനെ യൂസ് ചെയ്തുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഐഡന്റിഫൈ ദ വൈറസ് വിച്ച് പോസസ് ബോത്ത് DNA ആൻഡ് RNA സീക്വൻസ്. DNA സീക്വൻസും RNA സീക്വൻസും പോസസ് ചെയ്യുന്ന ആ വൈറസ് ഏതാണ്? ലുക്കോ വൈറസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് നോക്കിയേ, സ്റ്റേറ്റ്മെന്റ്. ഏറ്റവും കൂടുതൽ ഈ ഒരു പാറ്റേൺ ടൈപ്പ് ഓഫ് ഈ ഒരു സെറ്റിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസിന് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെ. കറക്റ്റ് ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഐഡന്റിഫൈ ദി റോങ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഏറ്റവും കൂടുതലുള്ളത്. സോ ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആൽജിനിക് ആസിഡ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ആസ്കോഫൈലം. അഗർ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം അല്ലെ. അഗർ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം അല്ലെ. ആൽജിനിക് ആസിഡ് ഏത് ഫൈലത്തിൽ നിന്നാണ്? ആസ്കോഫൈലത്തിൽ നിന്നാണ് നമ്മൾ ആൽജിനിക് ആസിഡ് ഒബ്റ്റൈൻ ചെയ്യുന്നത്. പിന്നെ അഗർ അറിയാലോ നമുക്ക് അല്ലെ, ജെൽ സബ്സ്റ്റൻസ് ആണ് നമ്മുടെ അഗർ. അഗർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ജെലീഡിയം ആൻഡ് ഗ്രാസിലേറിയ എന്ന് പറയുന്ന ആൽഗൽ സ്പീഷീസ്. കറക്റ്റ്. ലാമിനാരിയ ഈസ് യൂസ്ഡ് ഫോർ ഓസ്മോട്ടിക് ഡയലേറ്റർ ടു ഹെൽപ്പ് അല്ലെ. ഡയലേറ്റ് സെർവിക്സ് ഡയലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആരെ യൂസ് ചെയ്യാറുണ്ട്? ലാമിനാരിയ ആൽഗീസിനെ യൂസ് ചെയ്യാറുണ്ട്. സോ അതും കറക്റ്റ് ആണ്. സുഷി ഈസ് മെയ്ഡ് വിത്ത് പോർഫൈറ. പോർഫൈറ എന്ന് പറയുന്ന ആൽഗയാണ് സുഷിയിലെ ഒരു മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? സോ 1, 2, 3, 4 ആർ കറക്റ്റ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈ ദി സാലിയന്റ് ഫീച്ചേഴ്സ് ഗിവൺ ബിലോ കണക്റ്റഡ് ബൈ വെർച്ചിനേറിയ അല്ലെ. വെർച്ചിനേറിയയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണക്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആണ്. വെർച്ചിനേറിയയുടെ ഫീച്ചേഴ്സുമായിട്ട് കറക്റ്റ് ആയിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ സിനോസൈറ്റിക് ആണ്. സിനോസൈറ്റിക് മീൻസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. സൈഫണേഷ്യസ് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡി ആണ്. അത് എന്ത് ചെയ്യുന്നു? അറ്റാച്ച് ടു സബ്സ്ട്രേറ്റ് അല്ലെ. സബ്സ്ട്രേറ്റുമായിട്ടാണ് അത് എന്ത് ചെയ്തിരിക്കുന്നത്? അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സബ്സ്ട്രേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടിരിപ്പുണ്ട്. പിന്നെ എന്താണ്? റിസർവ് ഫുഡ് ഫാറ്റും ഓയിലുമാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ മീൻസ് ഓഫ് ബൈഫ്ലജലേറ്റഡ് സൂസ്പോസ് ഹൂസ് ഫ്ലജെല്ലാസ് ആർ അൺഈക്വൽ. ഇവിടെ നോക്കി വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളത്. നമ്മളിത് വായിച്ചിട്ട് അപ്പൊ തന്നെ കറക്റ്റ് ആണെന്ന് പറഞ്ഞ് വിടും. നോക്ക്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ കറക്റ്റ് ആണ്. ബൈഫ്ലജലേറ്റ് സൂസ്പോസ് വഴിയാണ്. സൂസ്പോസിന് ഫ്ലജെല്ല ഉണ്ട്, അൺഈക്വൽ അല്ല. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഈക്വൽ ആണ് അതിന്റെ ഫ്ലജെല്ലാസ്. ചെറിയയിലെ ഫ്ലജെല്ലാസ് അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൂസ്പോസ് ഫ്ലജെല്ലേറ്റഡ് ആണ്. ഈ ഫ്ലജെല്ലേറ്റഡ് എന്താണ്? ഈക്വൽ ആണ്. കണ്ടോ, ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ്, നമ്മൾ ശ്രദ്ധിക്കുക കൂടിയില്ല. അപ്പൊ നമ്മുടെ ഒരു മാർക്ക് അങ്ങ് മാറിക്കിട്ടും. സോ സമയം എടുത്ത് ക്വസ്റ്റ്യൻസ് വായിക്കാൻ ട്രൈ ചെയ്യുക. സെക്ഷൽ റീപ്രൊഡക്ഷൻ oogamous. The oogamous bears single large അല്ലെ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് oogamous ആണ്. ooganium bears single large uninucleated oosphere കാണും. while the ആന്ത്രീഡിയത്തിനകത്ത് ബൈഫ്ലജലേറ്റഡ് സ്പെർം കാണും. അൺഈക്വൽ ആയിട്ടുള്ള ഫ്ലജെല്ലാസും ആയിരിക്കും ഉള്ളത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. 1, 2, 4 ആണ്. 3 റോങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദി സെൻട്രേൽസ് ആൻഡ് പെന്നേൽസ് അല്ലെ. സെൻട്രേൽസും പെന്നേൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് നോക്കാം. സെൻട്രേൽസും പെന്നേൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? സെൻട്രിയൽസ് ഡയാറ്റംസ് എക്സിബിറ്റ് റേഡിയൽ സിമെട്രി വൈൽ പെനേൽസ് ഡയാറ്റംസ് ഹാവ് ബൈലാട്രിയൽ സിമെട്രി ആണ്. സെൻട്രിയൽസിനാണെങ്കിൽ എന്താണ്? റേഡിയൽ സിമെട്രി ആണ്. സെൻട്രിയൽസിന് റേഡിയൽ സിമെട്രിയും പെനേൽസിനാണ് ബൈലാട്രൽ സിമെട്രിയും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? തിരിഞ്ഞു പോയി. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. സെക്കൻഡ് റോങ് ആണ്.
സെക്കൻഡ് മൂവ്മെന്റിനെ സംബന്ധിച്ച് പറയുന്ന സ്പീഷീസോ അത് കറക്റ്റ് ആണ് അല്ലെ. പെന്നൈൽസ് ഡയാറ്റംസ് ഓഫൺ ഹാവ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലിറ്റ് കോൾഡ് റാഫി through which cytoplasm streams allowing them to build across the surface. Most centrales diatoms lack a raphe and non-motile typically floating on a plankton. Correct ആണ്. പിന്നെന്താണ് സ്റ്റേറ്റ്മെന്റ് 3യും ഇൻകറക്റ്റ് ആണ്. The marking on the cell wall of central diatoms are arranged radially around the central point, while in penile diatoms the marking are typically arranged in a line side. അപ്പോൾ ആ തേർഡ് സ്റ്റേറ്റ്മെന്റും എന്താണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അതായത് ആൻസർ എന്താണ് 2. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എന്ത് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. Select the correctly matched pairs in Cyanophycean അല്ലെ. Cyanophycean കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള പെയേഴ്സ് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് എല്ലാം കറക്റ്റ് അല്ലേ. അക്കൈനറ്റിസ് എന്ന് പറയുന്നത് എന്താണ് സൈലിൻഡ്രോസ്പെർമം. അക്കൈനറ്റിസ് എന്ന് പറയുന്നത് സൈലിൻഡ്രോസ്പെർമം. എന്താണ് അക്കൈനറ്റിസ് എന്ന് പറയുന്നത്? അക്കൈനറ്റിസ് എന്ന് പറയുന്നത് റെസ്റ്റിംഗ് സ്പോർസ് ആണ്. കോമൺലി ഫിലമെന്റസ് ആയിട്ടുള്ള സൈനോബാക്ടീരിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതിൽ തന്നെ എന്താണ് സൈലിൻഡ്രോസ്പെർമും അല്ലെങ്കിൽ നോസ്റ്റോക്കും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അക്കൈനറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ് സ്പോർസ് ആണ് അല്ലെ. റെസ്റ്റിംഗ് സ്പോർസ് ആണ്. സോ ഫസ്റ്റ് വൺ ഈസ് കറക്റ്റ് ആണ്. നാനോസൈറ്റ്സ്. എന്താ നാനോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നാനോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസ്ഡ് ത്രൂ മൾട്ടിപ്പിൾ ഫിഷൻ വിത്തിൻ എ വെജിറ്റേറ്റീവ് സെൽ അല്ലെ. ഒരു വെജിറ്റേറ്റീവ് സെൽസിൽ മൾട്ടിപ്പിൾ ഫിഷൻ നടന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നാനോസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇത് സൈനോബാക്ടീരിയമായിട്ടുള്ള മൈക്രോസിസ്റ്റീസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എക്സോസ്പോർ ഉണ്ട് അല്ലെ. എക്സോസ്പോർ എന്താ എക്സോസ്പോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Chamaecyphone is known for producing spores externally which are termed as exospores അല്ലെ. എക്സ്റ്റേണലി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർസ് ആണ് എന്തെന്ന് പറയുന്നത് എക്സോസ്പോർസ്. ഹോമഗോണിയ ഓസിലിറ്റേറിയ ആണ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഹോർമഗോണിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രാഗ്മെന്റ്സ് ഓഫ് ഫിലമെന്റ്സ് ആണ് അല്ലെ. ഇറ്റ്സ് ഫ്രാഗ്മെന്റ്സ് ഓഫ് ഫിലമെന്റ്സ് ആണ് ഹോർമഗോണിയ എന്ന് പറയുന്നത്. മെച്ചർ ആകുന്ന സമയത്ത് ഡിറ്റാച്ച് ആൻഡ് മൂവ് അവേ ആൻഡ് ന്യൂ ഫിലമെന്റ്സ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. The most common method of sexual reproduction in Ascomycetes are given below. അല്ലെ, എന്താണ് എവിടുത്തെ ആസ്കോമൈസീറ്റസിലെ കോമൺ ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആസ്കോമൈസീറ്റസിലെ കോമൺ ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻസ് ഏതൊക്കെ? ആസ്കോമൈസീറ്റസ് അറിയാലോ, ഫംഗസിന്റെ ക്ലാസ് ആണ്. ഗെമിറ്റാൻജിയൽ കോപ്പുലേഷൻ, ഗെമിറ്റാൻജിയൽ കോണ്ടാക്ട് കാണിക്കുന്നുണ്ട്. അപ്ലാനോഗെമിറ്റിക് യൂണിയൻ ഉണ്ട്, സ്പെർമറ്റൈസേഷൻ ഉണ്ട്. ഇതെല്ലാം എവിടെയുണ്ട്? നമ്മുടെ ആസ്കോമൈസീറ്റസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നും ടേം എന്താണെന്ന് നോക്കിക്കോ. ഗെമിറ്റാൻജിയൽ കോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് എൻറ്റയർ ഗെമിറ്റാൻജിയ. ഗെമിറ്റാൻജിയൽ അല്ലെ, ഗെമിറ്റാൻജിയൽ കോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എൻറ്റയർ ആയിട്ടുള്ള അല്ലെ ഗെമിറ്റാൻജിയുടെ ഫ്യൂഷൻ ആണ്. എന്നാൽ ഗെമിറ്റാൻജിയൽ കോണ്ടാക്ട് എന്താണ്? ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ന്യൂക്ലിയസ് ഫ്രം ഗൺ ഗെമിറ്റാൻജിയൽ ടു അനദർ. അവിടെ രണ്ടെണ്ണം വേണം അല്ലെ. ഗെമിറ്റാൻജിയൽ കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ ഒരു ഗെമിറ്റാൻജിയത്തിൽ നിന്നും അതിന്റെ ന്യൂക്ലിയസിനെ എന്ത് ചെയ്യാണ് അടുത്ത ഗെമിറ്റാൻജിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗെമിറ്റാൻജിയൽ കോണ്ടാക്ട് എന്ന് വിളിക്കുന്നത്. Next, planogametic union is the fusion of motile gamete and spermatization involves the transfer of nucleus from specialized male cells to female cells. Spermatization എന്താണ്? സ്പെഷ്യലൈസ്ഡ് മെയിൽ സെൽസിൽ നിന്നും സ്പേംസ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഫിമെയിൽ സെൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്ലാനോഗെമിറ്റിക് യൂണിയൻ എന്ന് പറയുന്നത് മൊട്ടൈൽ ഗാമീറ്റുകളുടെ ഫ്യൂഷൻ ആണ്. അപ്പൊ ഈ 4 നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും? നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ആസ്കോമൈസീറ്റസിൽ കാണാം. അപ്പൊ ഗെമിറ്റാൻജിയൽ കോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ എൻറ്റയർ ഗെമിറ്റാൻജിയം ചേഞ്ച് ചെയ്യുന്നത്. കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ ഒരു ഗെമിറ്റാൻജിയത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുന്നത്. അപ്ലാനോഗെമിറ്റിക് ഫ്യൂഷൻ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് അപ്ലാനോ ഉണ്ട് കേട്ടോ. അപ്ലാനോഗെമിറ്റിക് യൂണിയൻ എന്ന് പറയുന്നത് മൊട്ടൈൽ ഗാമീറ്റ്സ് അല്ലെ, ഫ്യൂഷൻ ഓഫ് മൊട്ടൈൽ ഗാമീറ്റുകളുടെ ഫ്യൂഷൻ ആണ്. Read the statement linked to Myxomycetes and select the major characteristics of the group. അല്ലെ, Myxomycetes എന്ന് പറയുന്ന ഗ്രൂപ്പുമായിട്ട് ചേരുന്ന സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. The somatic phase is represented by a multinucleate apparently naked
സോ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 4 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. 4 സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരുടെയാണ്? മിക്സോമൈസീറ്റസുമായി ബന്ധപ്പെട്ടിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ സെമാറ്റിക് ഫേസ് ഈസ് റെപ്രസെന്റഡ് ബൈ മൾട്ടിന്യൂക്ലിയേറ്റഡ് അല്ലെ. ഇതിന്റെ സെമാറ്റിക് ഫേസ് എന്ന് പറയുന്നത് മൾട്ടിന്യൂക്ലിയേറ്റഡ് അപ്പാരന്റ്ലി നേക്കഡ് അസെല്ലുലാർ സ്ലൈമി പ്രോട്ടോപ്ലാസ്മിക് മാസ് ഓഫ് ദി പ്ലാസ്മോഡിയം ആയിരിക്കും. കറക്റ്റ് ആണ്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ പ്ലാസ്മോഡിയം ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് എ സിൻഗമി അല്ലെ. പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് എന്താണ്? സിൻഗമിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. സിൻഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിലും ഫീമെയിലൂടെ ഫ്യൂസ് ചെയ്യുന്ന ആ ഒരു ഫ്യൂഷനെയാണ് നമ്മൾ സിൻഗമി എന്ന് പറയുന്നത്. മെയിൽ ഗ്യാമീറ്റിന്റെയും ഫീമെയിൽ ഗ്യാമീറ്റിന്റെയും ഫ്യൂഷൻ. സോ അങ്ങനെ ഉണ്ടാവുന്നതാണ് എന്ത്? പ്ലാസ്മോഡിയം. അതെന്തായിരിക്കും? മെയിലും ഫീമെയിലൂടെ ഫ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡിപ്ലോയിഡ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഡിപ്ലോയിഡ് കണ്ടീഷൻ. ദ ഡിപ്ലോയിഡ് പ്ലാസ്മോഡിയം ഈസ് യൂകാർപിക്. അവിടെ ഉണ്ടായ പ്ലാസ്മോഡിയം യൂകാർപിക് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ്? യൂകാർപിക് അല്ല, അത് ഹോളോകാർപിക് ആയിരിക്കും. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. എന്തുകൊണ്ടാന്ന് പറയാം. Normally at the fruiting time, the plasmodium is organized into sporophores or under stress converted into irregular hard structure called sclerotium. അപ്പോൾ നോർമലി ഈ ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ടുള്ള പ്ലാസ്മീഡിയം എന്ത് ചെയ്യുന്നുണ്ട്? സ്പോറോഫോസ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കും. ഇനി സ്ട്രെസ് കണ്ടീഷൻ, അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? ഹാർഡ് സ്ട്രക്ചർ ആയിട്ടുള്ള സ്ക്ലിറോഷ്യം ആയിട്ട് മാറുന്നുമുണ്ട്. അപ്പം നമ്മുടെ 1, 2, 4 സ്റ്റേറ്റ്മെന്റ് ശരിയായിരുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്ലോയിഡ് പ്ലാസ്മോഡിയം അവിടെ എന്താ പറഞ്ഞിരുന്നത്? യൂകാർപിക് ആണെന്നായിരുന്നു പറഞ്ഞിരുന്നത് അല്ലെ. ഇറ്റ് ഈസ് നോട്ട് യൂകാർപിക്, ഇറ്റ് ഈസ് ഹോളോകാർപിക് ആണ്. എന്താ ഹോളോകാർപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ പ്ലാസ്മോഡിയത്തെ, ഇപ്പൊ ആ പാർട്ടല്ല, കംപ്ലീറ്റ്ലി പ്ലാസ്മോഡിയത്തെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? 1 or more ഫ്രൂട്ടിംഗ് ബോഡീസ് അല്ലെ. എൻറ്റയർ പ്ലാസ്മോഡിയം ഈസ് കൺവേർട്ടഡ് ഇൻ ടു അടുത്ത 1 or more ഫ്രൂട്ടിംഗ് ബോഡീസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് യൂകാർപിക് അല്ല, ഹോളോകാർപിക് ആണ്. യൂകാർപിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രൂട്ടിംഗ് ബോഡിയുടെ ഒരൊറ്റ പോർഷൻ മാത്രമാണ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? റീപ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എൻറ്റയർ ഫ്രൂട്ടിംഗ് ബോഡിയും എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? എൻറ്റയർ പ്ലാസ്മോഡിയം എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്താണ്? ഫംഗസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ആൻസർ 1, 2, 4 കറക്റ്റ് ആണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം എന്തായിരുന്നു? നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇനി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊരു നെറ്റ് എക്സാമിൻ്റെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ പ്രാവശ്യത്തെ സെറ്റിന് ചോദിച്ചത്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.